സോ ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് എന്താണ് ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇമ്മ്യൂണോളജിക്കൽ സെല്ലുകളെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ സോൾജിയേഴ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഈ സെല്ലുകൾ ഇപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ സെൽസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ലിംഫോസൈറ്റുകൾ, അതുപോലെ മാക്രോഫേജുകൾ. പ്രധാനപ്പെട്ട സോൾജിയർ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റുകൾ ഉണ്ടാവുന്നത് എവിടെയാണ്, അവർ മെച്യൂർ ചെയ്യുന്നത് എവിടെയാണ്, അവരെവിടെ വെച്ചിട്ടാണ് ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്, ഇതൊക്കെ ഏത് എവിടെയാണോ ഏത് ഓർഗനുകളിൽ വെച്ചിട്ടാണോ ആ ഓർഗൻസിനെയൊക്കെ നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് എന്ന് പറയും. സോ ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷനലി ഡൈവേഴ്സ് ഓർഗൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ആണ് അവർ. എല്ലാം ഒരേപോലെയല്ല, അവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, അവർ വേറെ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗൻസ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇവരിൽ ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഉണ്ടാകും. അപ്പോൾ അത്തരം ഓർഗൻസിനെയാണ് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് എന്ന് പറയുന്നത്. സോ ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷനലി ഡൈവേഴ്സ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് വിച്ച് ആർ ഹാവിങ് വേരിയസ് ഫങ്ഷൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടി പല ഫങ്ഷൻസിൽ ഏർപ്പെട്ടിട്ടുള്ള ഓർഗൻസാണ് ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ്. നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന സെല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലുകളാണ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബി ലിംഫോസൈറ്റും മറ്റൊന്ന് ടി ലിംഫോസൈറ്റും. സോ ദ ടു മെയിൻ ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ്സ് വിച്ച് ഫോം the most important immunological cells of the body are the B lymphocytes and the T lymphocytes. ഇവരെവിടെ ഫോം ചെയ്യുന്നു, മെച്യൂർ ചെയ്യുന്നു, ഇവരെവിടെ വെച്ചിട്ട് ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്: പ്രൈമറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ്. പ്രൈമറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് ആർ ദോസ് ഓർഗൻസ് വേർ ദ ലിംഫോസൈറ്റ്സ് ഫോം ആൻഡ് മെച്യൂർ. നമ്മുടെ ബോഡിയിലുള്ള രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ എവിടെയാണോ ഫോം ചെയ്യുന്നത്, അവരെവിടെ വെച്ചാണോ മെച്യൂർ ചെയ്യുന്നത്, ആ ഓർഗനുകളെല്ലാം നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. സോ ഫോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുണ്ടാകുന്നത് ഏത് സ്റ്റെം സെല്ലുകളിൽ നിന്നാണോ അപ്പോൾ അത് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ്, സെൽ ഡിവിഷൻ വഴി അവരുണ്ടാകുന്ന പ്രോസസ്സാണ് ഫോമേഷൻ. വാട്ട് ഈസ് മെച്യൂറേഷൻ? So we will go to a diagram to understand what is meant by maturation. So we are discussing about the lymphocytes. നമ്മൾ ലിംഫോസൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷൻ? സോ ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ എ ലിംഫോസൈറ്റ് വിച്ച് ഇസ് മാർക്ക്ഡ് as B cell. സോ ദിസ് ഇസ് ദ B lymphocyte. ഇതാണ് B lymphocyte എന്ന് പറയുന്നത്. This B lymphocyte, it has got certain structures, certain molecules on the surface. These molecules can be called as receptors. ഈ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് റിസെപ്റ്റേഴ്സ്. ഇനി ഈ ബി ലിംഫോസൈറ്റിൻ്റെ മുകളിലിരിക്കുന്ന റിസെപ്റ്ററിൻ്റെ സഹായത്തോടുകൂടി ഈ ബി ലിംഫോസൈറ്റിന് തിരിച്ചറിയാൻ സാധിക്കും ഒരു ആൻറ്റിജൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഈ ഒരു റിസെപ്റ്ററിൻ്റെ സഹായത്തോടുകൂടി സ്പെസിഫിക് ആയിട്ട് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഈ ബി ലിംഫോസൈറ്റിന് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഇതിൻ്റെ റിസെപ്റ്റർ. ഈ റിസെപ്റ്ററിന് കറക്റ്റായിട്ട് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ആൻറ്റിജൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ ഈ റീജിയനോട് കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസെപ്റ്ററാണ് ഈ ബി ലിംഫോസൈറ്റിനുള്ളത്. എന്നാൽ വേറെ തരത്തിലുള്ള ഒരു ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ തരം റിസെപ്റ്ററുള്ള ഒരു ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ അതിനൊരു പക്ഷേ ഇതുമായിട്ട് ചെന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ സർഫസിലുള്ള ഈ മോളിക്യൂളുമായിട്ട് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റിസെപ്റ്ററാണ് ഈ ബി സെല്ലിനുള്ളത്. There are other B cells which contain other type of receptors which can bind to other types of antigenic molecules. അപ്പോൾ ഒരു സെല്ലിന്, ഒരു ലിംഫോസൈറ്റിന് സ്പെസിഫിക് ആയി ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അവർക്ക് കൊടുക്കുന്നത് അവരുടെ സർഫസിലുള്ള ഈ റിസെപ്റ്റേഴ്സാണ്. ഒരു ബി സെൽ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് റിസെപ്റ്റേഴ്സ് ഉണ്ടാകില്ല. എന്നാൽ ഉണ്ടായിക്കഴിഞ്ഞ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ പുറത്ത് ഈ റിസെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെച്ചുറേഷൻ എന്ന് പറയുക. സോ വെൻ ദേ ആർ ഫോംഡ്, the B lymphocyte will only be like this. But when they get matured, they will have the antigen specific receptors on their surface. അപ്പോൾ അവർ ഡിഫറൻഷ്യേറ്റഡ് ആയി.
അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ ത്രൂ മെച്ചുറേഷൻ ദ ലിംഫോസൈറ്റ്സ് അക്വയർ ദ സ്പെസിഫിക് ആൻറ്റിജൻ ബൈൻഡിങ് റിസെപ്റ്റേഴ്സ്. സോ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഓർഗനുകളിലാണോ ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നത്, എവിടെയാണോ അവർ മെച്ചുർ ചെയ്യുന്നത്, ആ ഓർഗൻസിനെയൊക്കെ നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വിളിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് 2 എണ്ണമാണ്. ഒന്ന് തൈമസ്, മറ്റൊന്ന് ബോൺ മാരോ. നൗ വി വിൽ ഹാവ് എ ലുക്ക് അറ്റ് ദി ലിംഫോയിഡ് ഓർഗൻസ് ഓഫ് അവർ ബോഡി. നമുക്കിവിടെ കാണാം, ഇവിടെ കുറേ ലിംഫോയിഡ് ഓർഗൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അഡിനോയിഡ്സ്, ടോൺസിൽസ്, ലിംഫ് നോഡ്സ്, പെയേഴ്സ് പാച്ചസ്, സ്പ്ലീൻ, ബോൺ മാരോ. Here you have an organ just above the heart which is called as the thymus. The thymus, bone marrow, spleen, Peyer's patches, lymph nodes, adenoids, tonsils, etc. You can see. ഇവിടെ ഞാൻ 2 കളറിൽ അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബോൺ മാരോയും തൈമസും റെഡ് കളറിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി പറഞ്ഞതെല്ലാം ബ്ലൂ ഡോട്ട്സ് ആയിട്ടും ബ്ലൂ ഷെയ്ഡഡ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് തൈമസും ബോൺ മാരോയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. എന്താണെന്ന് വെച്ചാൽ തൈമസിലും ബോൺ മാരോയിലുമാണ് ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ നടക്കുന്നത്. ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മെച്ചുറായിട്ടുള്ള ലിംഫോസൈറ്റുകൾ പോയി അവരുടെ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോൾജിയേഴ്സിനെ ട്രെയിൻ ചെയ്യണ പോലെ സോൾജിയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി. അത് കഴിഞ്ഞ് അവരെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ എനിമിയുമായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സെക്കൻഡറി സൈറ്റുകൾ. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആർ ദി റീജൻസ് വേർ ദി മെച്ചുറേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ടേക്ക് പ്ലേസ്, whereas secondary lymphoid organs are the regions where the mature lymphocytes are posted. ആ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അവർ ആൻറ്റിജനെ കണ്ടുമുട്ടുന്നതും ആൻറ്റിജനുമായി ബൈൻഡ് ചെയ്യുന്നതും ആൻറ്റിജനെ ട്രാപ്പ് ചെയ്യുന്നതും ആൻറ്റിജനുമായി ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒറിജിനൽ ഫൈറ്റിംഗ് നടക്കുന്ന സ്ഥലം സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്, എന്നാൽ ഇവർ ട്രെയിൻ ചെയ്യപ്പെട്ട സ്ഥലം പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ്. നമ്മുടെ ശരീരത്തിൽ തൈമസും ബോൺ മാരോയുമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് നിറയെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, ടോൺസിൽസ്, അഡിനോയിഡ്സ്, ഇതൊക്കെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിളാണ്. ദ ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആൻഡ് ടോൺസിൽസ്. സോ പ്രൈമറി റീജൻ is the site where the maturation of lymphocytes take place, whereas secondary region is that place where the mature lymphocyte will interact with the antigen. Primary lymphoid organs are the organs where the immature lymphocytes which are generated in the bone marrow. ഇപ്പോൾ ഈ ലിംഫോസൈറ്റുകൾ ബ്ലഡ് സെല്ലുകളാണ്. എല്ലാ ബ്ലഡ് സെല്ലും ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. അവരെവിടെ മെച്ചുർ ആകുന്നു, അതാണ് പ്രൈമറി ഓർഗൻസ്. അപ്പോൾ പ്രൈമറി ഓർഗൻസിലാണ് ഈ ബോൺ മാരോയിൽ നിന്നുണ്ടാവുന്ന ലിംഫോസൈറ്റ്സ് മെച്ചുർ ചെയ്യുന്നതും ആൻറ്റിജൻ സ്പെസിഫിക് ആവുന്നതും. അതായത് അപ്പോഴാണ് അവർ കോമ്പീറ്റൻ്റ് ആകുന്നത്. അവരെ നമ്മൾ ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് എന്ന് വിളിക്കുക. അതായത് നൗ ദേ ആർ കേപ്പബിൾ ഓഫ് മൗണ്ടിങ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. എന്താ കാര്യം? ബിക്കോസ് നൗ ദേ ഹാവ് ഗോട്ട് ദിസ് റിസെപ്റ്റർ. അവരുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? അവർക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുന്ന ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റർ ഉണ്ട്. കണ്ടോ? സോ ദിസ് ഇസ് ദ റിസെപ്റ്റർ. ഈ റിസെപ്റ്റർ അവർക്കുണ്ട്. ഈ റിസെപ്റ്ററിൻ്റെ സഹായത്തോടെ അവർക്ക് ആൻറ്റിജനുമായി സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാനും അതിനെ ഡീൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതെവിടെ വെച്ചിട്ടാണോ അവർ അക്വയർ ചെയ്യുന്ന ആ ഓർഗൻസിനാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വിളിക്കുക. ഇനി 2 പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്ന് തൈമസ്, മറ്റൊന്ന് ബോൺ മാരോ. കാരണം ഞാൻ പറഞ്ഞല്ലോ 2 തരം ലിംഫോസൈറ്റ്സ് ഉണ്ടെന്ന്. ഒന്ന് ബി ലിംഫോസൈറ്റും ഒന്ന് ടി ലിംഫോസൈറ്റും. ബി ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്യുന്നത് ബോൺ മാരോയിൽ ഇരുന്ന് തന്നെയാണ്. അവർ ഫോം ചെയ്യുന്നതും ബോൺ മാരോയിലാണ്, മെച്യൂർ ചെയ്യുന്നതും ബോൺ മാരോയിലാണ്. വെറാസ് ടി ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണ്, പക്ഷേ അവർ മെച്യൂർ ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡിലാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് എവിടെ മെച്ചുറേഷൻ നടക്കുന്നു എന്നാണ്. സോ ബി സെൽസ് they form as well as mature in the bone marrow. T cells form in the bone marrow but mature in the thymus. So bone marrow and thymus provide the environment for maturation of
B lymphocytes and T lymphocytes respectively. That is why they are called as the primary lymphoid organs. Now we will go to the two primary lymphoid organs. So first one is the thymus gland. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ഞാൻ നിങ്ങൾക്ക് ഡയഗ്രത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഹിയർ ഈ ഹാർട്ടിന് മുകളിലായിട്ടാണ് ഈ തൈമസ് ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ തൈമസ് ഗ്ലാൻഡിലാണ് T lymphocytes മെച്ചുറേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ സൈറ്റ് ഓഫ് T സെൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ. ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബൈലോബ്ഡ് ആയിട്ടുള്ള ഓർഗനാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അബവ് ദ ഹാർട്ട് and this is being protected or surrounded by a capsule like structure, and this thymus gland, it provides all the biochemical environment and it provides the hormones for the maturation of T cells. So without such an environment the T cells will not undergo maturation. അങ്ങനെ T cells matured ആയില്ലെങ്കിൽ our immune system will become very weak. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ആണ് T സെല്ലിൻ്റെ മെച്ചുറേഷൻ നടക്കുന്ന സ്ഥലം. ഇനി തൈമസ് ഗ്ലാൻഡിൽ T സെൽ മെച്ചുറേഷന് സഹായിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. അവയാണ് തൈമോസിൻ, തൈമോപോയറ്റിൻ, തൈമിൻ 1, തൈമിൻ 2 ഒക്കെ. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് ഈ ഡയഗ്രാം കാണിക്കുമ്പോൾ പറഞ്ഞു, ഈ ആൻറ്റിജനോട് സ്പെസിഫിക് ആയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്ററാണ് ഈ ബി സെല്ലിനുള്ളത്. ഇതുപോലെ തന്നെ T സെല്ലിനും റിസപ്റ്റർ ഉണ്ടാവും. ഇതേപോലെ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ആൻറ്റിജൻസിനോട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉള്ള ബി സെല്ലും T സെല്ലും നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നത് ശരിക്കും ഈ പറയുന്ന പ്രൈമറി ഓർഗനിൽ വെച്ചിട്ടാണ്. കാരണം പ്രൈമറി ഓർഗനിലാണ് അവർക്ക് റിസപ്റ്റേഴ്സ് കിട്ടുന്നത്. എല്ലാ T സെല്ലിനും ബി സെല്ലിനും ഒരേപോലത്തെ റിസപ്റ്റർ അല്ല, പലതരത്തിലുള്ള റിസപ്റ്റേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം കൂടെയാണ് തൈമസ്. ഇനി ഇങ്ങനെ തൈമസിൽ ഈ സെല്ലുകൾ മെച്ചുറായാലും എല്ലാത്തിനെയും സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യില്ല. ഒരു 95% ഓഫ് ദ തൈമോസൈറ്റ്സ് അവിടെ വെച്ച് ഡെഡായി പോകും. ബാക്കിയുള്ള തൈമോസൈറ്റ്സ് ആണ് സർക്കുലേഷനിലേക്ക് വിടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ലിംഫോസൈറ്റ്സിന് കിട്ടിയ റിസപ്റ്റേഴ്സ്, ചില ലിംഫോസൈറ്റിന് കിട്ടുന്ന റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they will not have the ability to bind to any type of antigen. അപ്പോൾ അങ്ങനെയുള്ള റിസപ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഡെഡായി പോകും. ചില T സെൽസിന് കിട്ടുന്ന റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസപ്റ്റർ ചിലപ്പോൾ നമ്മുടെ സ്വന്തം സെല്ലിലുള്ള ഏതെങ്കിലും കമ്പോണൻറ്റിനെ ആയിരിക്കും പോയി ബൈൻഡ് ചെയ്യുക. അപ്പോൾ ആ സെല്ല് എന്താ ചെയ്യുക, നമ്മുടെ സ്വന്തം സെല്ലിനെയും ടിഷ്യൂനെയൊക്കെ നശിപ്പിക്കും. അപ്പോൾ അത്തരത്തിലുള്ള T സെല്ലുകളും നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ തൈമസിൽ പലതരത്തിലുള്ള T സെൽസ് മെച്ചുറായി വരും. ആ പലതരം മെച്ചുറാകുന്ന T സെല്ലിൽ കുറച്ച് മാത്രമേ സർക്കുലേഷനിലേക്ക് പോകുകയുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന T സെല്ലുകളെ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ ഡിസ്ട്രോയിഡ് ആകും. നമ്മുടെ സ്വന്തം സെല്ലുകളെയോ സ്വന്തം ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉള്ള T സെൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവിടെ വെച്ച് തന്നെ ഡെഡാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഫങ്ഷൻസ് ഈ തൈമസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തൈമസിനെ ഒരു പേര് വിളിക്കും. It is called as the throne of immunity. Thymus gland is also called as the throne of immunity, or it is also called as the training school of T lymphocytes. T lymphocytes ന്റെ ട്രെയിനിങ് സ്കൂൾ ആയിട്ടാണ് തൈമസ് ഗ്ലാൻഡിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊരു തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു ചെറിയ പോർഷനിലൂടെയുള്ള ഒരു സെക്ഷനാണിത്. where you can see a part of the thymus gland where it is covered by the capsule, and there are different types of T lymphocytes which you call as thymocytes. അപ്പോൾ ഇതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് തിക്ലി പാക്ഡ് വിത്ത് T lymphocytes, maturing T lymphocytes. Now here we can see one condition. അതായത് here on x-axis the age is plotted. ബർത്ത് കഴിഞ്ഞിട്ടുള്ള ഏജ് in years is plotted, and here the weight of the thymus gland is plotted on the y-axis. So here you can see that ഈ തൈമസ് ഗ്ലാൻഡ് ജനിക്കുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അത് പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഗ്രാജുവലി ഗ്രോസ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിമിനിഷ് ചെയ്യുക അതിൻ്റെ സൈസ്. ഒരു 50 to 60 years ഒക്കെ ഏജ് എത്തുമ്പോഴത്തേക്കും തൈമസ് ഗ്ലാൻഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകും. കാരണം തൈമസ് ഗ്ലാൻഡിലാണ് T ലിംഫോസൈറ്റ്സ് മെച്ചുറാകുന്ന സ്ഥലം. ആ ഓർഗൻ തന്നെ ഡീജനറേറ്റ് ചെയ്ത് അട്രോഫി ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകാനുള്ള ഒരു റീസൺ ഇതാണ്. അതായത് നമ്മുടെ തൈമസ് ഗ്ലാൻഡിൻ്റെ ഡീജനറേഷൻ. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ഇസ് വൺ ഓർഗൻ വിച്ച് വിൽ ബി സ്മോൾ ഇൻ ബർത്ത്
but it will grow to a larger size up to puberty and afterwards it starts degenerating in size. അത്തരത്തിലുള്ള ഒരു ഓർഗൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തൈമസ് ആണ്. ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡീജനറേറ്റ് ചെയ്ത് ഒരു 50 to 60 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് അട്രോഫി ചെയ്ത് പോവുകയാണ് ഉള്ളത്. അപ്പോൾ അതാണ് തൈമസിൻ്റെ പ്രത്യേകത. ഇനി എന്താ ഇത് ഇപ്പോൾ തൈമസ് ഗ്ലാൻഡ് അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓർഗനാണ്. ഇപ്പോൾ ഏജിങ് ഒക്കെ വരുമ്പോൾ ദർ വിൽ ബി ഡിക്ലൈൻ ഇൻ തൈമിക് ഫങ്ഷൻ. അപ്പോൾ ദർ വിൽ ബി ഡിക്ലൈൻ ഇൻ ദ ഇമ്മ്യൂൺ ഫങ്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ തൈമസ് ഇങ്ങനെ പ്യൂബർട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ അട്രോഫി ചെയ്ത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫാറ്റ് കണ്ടൻ്റ് ഒക്കെ കൂടും, അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള റീജൻസൊക്കെ ചുരുങ്ങി പോകും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ തൈമസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 70 ഗ്രാമൊക്കെ ഉണ്ടാവും. പക്ഷേ എൽഡർലി ആയിട്ടുള്ള പേഴ്സൺസിൽ അത് 3 ഗ്രാമൊക്കെ ആയിട്ട് ചെറുതാകും. അപ്പോൾ അത്രമാത്രം ചുരുങ്ങിപ്പോകും ഈ തൈമസ് ഗ്ലാൻഡ്. അതാണ് ഏജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇമ്മ്യൂൺ ഫങ്ഷൻ ഒരു ഡിക്ലൈൻ കാണപ്പെടുന്നത്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ മൗസിലൊക്കെ ഇൻഫാൻറ്റ് സ്റ്റേജിൽ മൗസിൻ്റെ തൈമസ് റിമൂവ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ടി ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണം കണ്ടമാനം കുറഞ്ഞതായിട്ട് കണ്ടു. അതുപോലെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായത് കണ്ടു. അപ്പോൾ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ തൈമസ് ഗ്ലാൻഡ്. ഇത് മൈസിലും ഇതേപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് ന്യൂ ബോൺ ബേബിയുടെ ന്യൂ ബോൺ മൗസിൻ്റെ തൈമസ് റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ഇമ്മ്യൂൺ പവറാണ്. അതേപോലെ തന്നെ ഹ്യൂമൻസിലും ഉണ്ട്. ഹ്യൂമൻസിൽ ഒരു ജനറ്റിക് ഡിസോർഡറാണ്, അതിൻ്റെ പേര് ഡൈജോർജ് സിൻഡ്രോം എന്നാണ്. ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയുന്ന ജനറ്റിക് ഡിസോർഡറിൽ ജന്മന തൈമസ് ഗ്ലാൻഡിന് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ കോൺജെനിറ്റൽ ഫീച്ചർ ഇൻ വിച്ച് ദ തൈമസ് ഗ്ലാൻഡ് വിൽ ഫെയിൽ ടു ഡെവലപ്പ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരും വളരെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും. അവർക്ക് ബ്ലഡിൽ ടീസിൻ്റെ എണ്ണം കുറവായിരിക്കും, മെച്ചൂർ ടീ സെൽസിൻ്റെ. അതുപോലെ അങ്ങനെയുള്ളത് കൊണ്ട് എന്താണ്, പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, കാരണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തിന്, ടു ഷോ യു ദ സിഗ്നിഫിക്കൻസ് ഓഫ് തൈമസ് ഗ്ലാൻഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്രയാണ് തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഐ ഹാവ് ഷോൺ യു ദ സ്കെലിറ്റൽ സിസ്റ്റം. കണ്ടോ, സ്കെലിറ്റൽ സിസ്റ്റം കാണാം. അതിൽ കുറച്ച് റീജൻസ് ഒക്കെ റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് മുഴുവൻ ബോൺസ് ആണ്. ഈ ബോൺസിനകത്ത് 2 തരം മാരോ ഉണ്ട്, റെഡ് ബോൺ മാരോ ആൻഡ് യെല്ലോ ബോൺ മാരോ. രണ്ടും 2 തരം ടിഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 2 കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ ദീസ് ആർ ദ റീജൻസ് വെർ യു ക്യാൻ ഫൈൻഡ് ദ റെഡ് ബോൺ മാരോ ആൻഡ് ദി അതർ റീജൻസ് ദ ലോങ് ബോൺസ്. അതിൻ്റെയൊക്കെ നടുക്കുള്ളത് യെല്ലോ ബോൺ മാരോ ആണ് ശരിക്കും ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന സ്ഥലം. സോ ദ ബ്ലഡ് സെൽസ് ഒറിജിനേറ്റ് ഇൻ ദ റെഡ് ബോൺ മാരോ. യെല്ലോ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഫാറ്റ് സ്റ്റോറേജ്. യെല്ലോ ബോൺ മാരോ ഫാറ്റ് സ്റ്റോറേജിനുള്ളതാണ്. ഇപ്പോൾ റെഡ് ബോൺ മാരോയിൽ ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം. അതുപോലെ എല്ലാ ബ്ലഡ് സെൽസും RBC, എല്ലാ WBCകൾ, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം റെഡ് ബോൺ മാരോയാണ്. ആ റെഡ് ബോൺ മാരോയിൽ നിറയെ നെറ്റ്വർക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. റെഡ് ബോൺ മാരോ കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിൻ്റെ പേര് ട്രബിക്കുലേ എന്നാണ്, ട്രബിക്കുലേ. അപ്പോൾ ഈ നെറ്റ്വർക്കിന് ചുറ്റും 3 തരം സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഫാറ്റ് സെൽസ്, ഇതാ ഇവിടെ വലിയ സെല്ലുകൾ നമുക്ക് കാണാം. ഈ ഫാറ്റ് സെൽസിൽ ഫാറ്റാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സ്ട്രോമൽ ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ടാവും. അതായത് ഈ ബോൺമാരോയുടെ സ്ട്രക്ചറിനെ അതേപോലെ പിടിച്ചു നിർത്താനായിട്ട് ഫൈബേഴ്സ് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഈ മാട്രിക്സിനെ സ്ട്രോങ് ആയി പിടിച്ചു നിർത്താൻ ആവശ്യമായ ഫൈബേഴ്സ് വേണം. ആ ഫൈബേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത് സ്ട്രോമൽ ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽ പ്രിക്കേഴ്സേഴ്സ് ആണ്. അതായത് ഏത് സെല്ലുകളിൽ നിന്നാണോ നമ്മുടെ പലതരം ബ്ലഡ് സെല്ലുകൾ ഉണ്ടാകുന്നത് അവരെ നമുക്ക് ബ്ലഡ് സെൽ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയാം. അപ്പോൾ റെഡ് ബോൺ മാരോയുടെ നമ്മളൊരു ടിഷ്യൂ എക്സാമിനേഷൻ നടത്തിക്കഴിഞ്ഞാൽ അവിടെ 3 തരം സെല്ലുകൾ ഉണ്ടാവുക. ഫാറ്റ് സെൽസ്, സ്ട്രോമൽ ഫൈബ്രോബ്ലാസ്റ്റ്, ബ്ലഡ് സെൽ പ്രിക്കേഴ്സേഴ്സ്. ഫാറ്റ് സെൽസ് ഫാറ്റ് സ്റ്റോറേജിന്, സ്ട്രോമൽ ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈബേഴ്സാണ് ബോൺമാരോയുടെ സ്ട്രക്ചർ സ്ട്രോങ് ആക്കി നിർത്തുന്നത്. ബ്ലഡ് സെൽ പ്രിക്കേഴ്സേഴ്സിൽ നിന്നാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത്. ഇനി നമ്മളിവിടെ ഏത് ബ്ലഡ് സെല്ലിൻ്റെ ഫോർമേഷനെ കുറിച്ച് മാത്രമാണ് കൺസേൺഡ് ആയിട്ടുള്ളത്? ദി ലിംഫോസൈറ്റ്സ്. നമുക്കറിയാം ബ്ലഡ് സെൽസ് 3 തരത്തിലാണ്. റെഡ് ബ്ലഡ് സെൽസ്, പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ്,
അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ്. ആ വൈറ്റ് ബ്ലഡ് സെൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഗ്രാനുലോസൈറ്റ്സ്, എ ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് 3 തരം, ഇസിനോഫിൽ, ബേസോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ. എ ഗ്രാനുലോസൈറ്റ് 2 തരം, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത് ലിംഫോസൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. ഏത് ബോൺ മാരോയിൽ? റെഡ് ബോൺ മാരോയിൽ. പ്രധാനമായിട്ടും സ്റ്റേണം, അതായത് ബ്രസ്റ്റ് ബോൺ, വെർട്ടിബ്രേ, ഇലിയാക് ബോൺസ്, റിബ്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഡയഗ്രത്തിൽ. ഇതാണ് സ്റ്റേണം, ഇതാണ് സ്റ്റേണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ. ഇതാണ് വെർട്ടിബ്രേ, ഇതാണ് വെർട്ടിബ്രൽ കോളത്തിലെ വെർട്ടിബ്രേ. ഇതാണ് റിബ്സ്, ഇതാണ് റിബ്സ്. അതുപോലെ ഇതാണ് ഇലിയം, ഇലിയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് മെയിൻലി, ഇവിടെയുള്ള ബോൺ മാരോയാണ് മെയിൻലി ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്ന ബോൺ മാരോ എന്ന് പറയുന്നത്. സോ ഈ റീജിയനുകളിലാണ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഹിമാറ്റോപോയസിസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി സെല്ലുകൾ, ബി ലിംഫോസൈറ്റുകൾ, ടി ലിംഫോസൈറ്റുകളൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതിൽ ടി ലിംഫോസൈറ്റുകൾ ഇവിടെ ഫോം ചെയ്താലും അവർ മെച്യൂർ ചെയ്യാൻ പോകുന്നത് തൈമസിലാണ്. എന്നാൽ ബി ലിംഫോസൈറ്റുകൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഇവിടെയാണ്, മെച്യൂർ ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. സോ ദ ബി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ആസ് വെൽ ആസ് മെച്യൂർഡ് ഇൻ ദ ബോൺ മാരോ. പിന്നെ ഈ ബി ലിംഫോസൈറ്റിലുള്ള സ്ട്രോമൽ സെല്ലുകൾ എന്ത് ചെയ്യും? അവർ സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസ്, ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ ഈ ബി സെല്ലിൻ്റെ മെച്ചുറേഷനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ ബോൺ മാരോ ഈസ് ഓൾസോ കൺസിഡർഡ് ടു ബി എ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, ബിക്കോസ് ദ ബോൺ മാരോ അപ്പാർട്ട് ഫ്രം ഗിവിംഗ് റൈസ് ടു ദ ബ്ലഡ് സെൽസ്, ഇറ്റ് ഈസ് ദാറ്റ് പ്ലേസ് where the B lymphocytes also undergo maturation. So there are 2 types of primary lymphoid organs in our body. They are the bone marrow and the thymus. ഇനി അടുത്തത് നമ്മൾ ടി സെല്ല്, ബി സെല്ല് എന്ന് പേരിട്ടു ലിംഫോസൈറ്റുകൾക്ക്. അപ്പോൾ നമുക്ക് ഓർക്കാനും എളുപ്പമാണ്. ടി സെല്ല് തൈമസിൽ മെച്ചുർ ചെയ്യും, ബി സെല്ല് ബോൺ മാരോയിൽ മെച്ചുർ ചെയ്യും. അപ്പോൾ ടി സെല്ലുകൾക്ക് ആ പേര് കിട്ടിയത് തന്നെ അവർ മെച്യൂർ ചെയ്യുന്ന തൈമസ് ഗ്ലാൻഡിൻ്റെ പേരാണ്. ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് ആസ് ടി സെൽസ്. ബി ലിംഫോസൈറ്റുകൾ മെച്യൂർ ചെയ്യുന്നത് ബോൺ മാരോയിലാണ്, പക്ഷെ അവർക്ക് ആ പേര് കിട്ടിയത് ബോൺ മാരോയിൽ നിന്നല്ല. പകരം ഈ ബേർഡ്സിൻ്റെ, ഇതൊരു ബേർഡാണ്, ഈ ബേർഡിൻ്റെ ക്ലോയാക്കയോട് അറ്റാച്ച് ചെയ്തിട്ടൊരു പൗച്ച് പോലത്തെ, ഒരു പേഴ്സ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. ആ പേഴ്സിൻ്റെ പേരാണ് ബൾസ ഓഫ് ഫാബ്രീഷ്യസ് എന്നാണ് ആ ഒരു പൗച്ച് പോലത്തെ സ്ട്രക്ചറിൻ്റെ പേര്. ഇതിലാണ് ബേർഡ്സിൻ്റെ ബി സെൽ മെച്ചുറേഷൻ നടക്കുന്നത്. കാരണം നമുക്കറിയാം ബേർഡ്സിൻ്റെ ബോണുകളൊക്കെ ന്യൂമാറ്റിക് ബോൺസ് ആണ്. അതിൽ ബോൺ മാരോയൊക്കെ കുറവായിരിക്കും, കാരണം അവർക്ക് അതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്. ബേർഡ്സിൻ്റെ ബോണൊക്കെ ന്യൂമാറ്റിക് ആണ്, ബോൺ മാരോ കുറവാണ്. അതുകൊണ്ട് അവിടെ അധികം മെച്ചുറേഷനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ബേർഡ്സിൽ ഈ പറയുന്ന ലിംഫോസൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്ത് മെച്ചുർ ചെയ്യുന്ന സ്ഥലം ഈ ക്ലോയാക്കയോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ബാഗ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ പേരാണ് ബൾസ ഓഫ് ഫാബ്രീഷ്യസ്. ഇതിലാണ് ആദ്യമായിട്ട് ബി ലിംഫോസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്, അവർ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടിയതാണ് ബേർഡ്സിന് ഈ ബി ലിംഫോസൈറ്റ്സിന് ഈ പേര് ബൾസ ഫാബ്രീഷ്യസ് എന്നുള്ള പേര്. പിന്നെ നമുക്ക് ഓർക്കാനും എളുപ്പമാണ്. ബി ലിംഫോസൈറ്റ്സ് ഫോം ഇൻ ദ ബോൺ മാരോ, മെച്ചുർ ഇൻ ദ ബോൺ മാരോ. ടി ലിംഫോസൈറ്റ്സ് ഫോം ഇൻ ദ ബോൺ മാരോ ബട്ട് മെച്ചുർ ഇൻ ദ തൈമസ്. അപ്പോൾ ബോൺ മാരോയിൽ പലതരം പ്രോജനിറ്റർ സെൽസ് ഉണ്ട്. അതിൽ നിന്ന് ബി സെല്ല്, ടി സെല്ല്, അതുപോലെ മാക്രോഫേജ്, ഗ്രാനുലോസൈറ്റ്, എരിത്രോസൈറ്റ് പോലെയുള്ള സെല്ലുകൾ ഉണ്ടാകും. സോ ദിസ് ഇസ് അബൌട്ട് ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. നൗ വി വിൽ ഗോ ടു ദ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. Thymus and bone marrow are primary, whereas adenoids, tonsils, lymph nodes, spleen, Peyer's patches, appendix, etc. are examples of secondary lymphoid organs. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ സോൾജിയേഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു, അതായത് അവർ മെച്ചുറായി. ആ സ്ഥലം അവരുടെ ട്രെയിനിങ് സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഇനി അവരെ സർക്കുലേഷനിലേക്കോ ഏതെങ്കിലും ഓർഗനിലൊക്കെ പോസ്റ്റ് ചെയ്യണം. അതിൽ കൂടെ വരുന്ന ആൻറ്റിജൻസിനെ പിടിക്കാൻ ഇപ്പോൾ അവർ എക്യുപ്ഡ് ആയി കഴിഞ്ഞു. അവിടെ ഇരുന്നാണ് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെ പിടിക്കുന്നതും ഡീൽ ചെയ്യുന്നതൊക്കെ. ആ സ്ഥലമാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അഡിനോയിഡ്സ്, ടോൺസിൽസ്, ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, പെയേഴ്സ് പാച്ചസ്, അപ്പൻഡിക്സ്, എക്സെട്ര. So secondary lymphoid organs are the regions where the
lymphocytes encounter the antigens, they are lymph nodes, spleen, pairs, patches, etc. So first we will go to the lymph nodes. So what are the lymph nodes? So for that we will go to one diagram. അതായത് നമ്മൾ ആദ്യം ഒരു ഇത് കണ്ടു. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പോലെ തന്നെ ശരീരം ഒട്ടാകെ സർക്കുലേറ്റ് ചെയ്യുന്നൊരു ഫ്ലൂയിഡാണ് ലിംഫ്. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ലിംഫ് വെസൽസ്, ദ ലിംഫ് ഫ്ലോസ് ത്രൂ ലിംഫ് വെസൽസ്. ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വെസൽസൊക്കെ ലിംഫ് വെസൽസ് ആണ്. ഈ ലിംഫ് വെസൽസിൽ നമുക്ക് അവിടെ അവിടെയായിട്ട് സ്വോളൻ റീജൻസ് കാണാൻ പറ്റും. ത്രൂ ഔട്ട് ദീസ് ലിംഫ് വെസൽസ് യു ക്യാൻ സീ സർട്ടൻ സ്വോളൻ റീജൻസ്. ഈ സ്വോളൻ റീജൻസിനെ വിളിക്കുന്ന പേരാണ് ലിംഫ് നോഡ്സ്. സോ ദീസ് സ്വോളൻ റീജൻസ് ആർ കോൾഡ് ലിംഫ് നോഡ്സ്. ഇതാ അപ്പോൾ ഒരു നോഡ് വലുതാക്കി കാണിച്ചിരിക്കുന്നതാണിത്, ഇത് സ്വോളൻ റീജൻ. ഇതൊക്കെ ലിംഫ് വെസലുകളാണ്, ലിംഫ് ക്യാപ്പിലറി ലിംഫ് വെസലുകളാണിത്. ഈ ലിംഫ് വെസലുകൾ സർക്കുലേറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ, ലിംഫ് വെസലുകളിലൂടെ ലിംഫ് സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില സ്വോളൻ റീജൻ കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്ന ഈ സ്വോളൻ റീജനെ വിളിക്കുന്ന പേരാണ് ലിംഫ് നോഡ്. ഓക്കെ, അപ്പോൾ നോഡിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ലിംഫോസൈറ്റുകളൊക്കെ ഈ ലിംഫ് നോഡിൽ ഇരിക്കുന്നുണ്ടാവും. ലിംഫ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. ഈ പാസ് ചെയ്യുന്ന ലിംഫിൽ എന്തെങ്കിലും ആൻറ്റിജൻസ് ഉണ്ടെങ്കിൽ അവരെ പിടിക്കുന്ന സ്ഥലമാണ് ലിംഫ് നോഡ്. അപ്പോൾ ലിംഫ് നോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകളെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ലിംഫോസൈറ്റുകൾ ലിംഫിലൂടെ കയറി വരുന്ന ആൻറ്റിജൻസിനെ പിടിക്കുകയാണ് ചെയ്യുക. സോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ആർ ഷോൺ ടു ആൻറ്റിജൻസ് വിച്ച് കം ത്രൂ ദ ലിംഫ്. ലിംഫിലൂടെ കടന്നു വരുന്ന ആൻറ്റിജൻസിനെ പിടിക്കുന്ന സ്ഥലമാണ് ശരിക്കും ലിംഫ് നോഡ്. ഈ ലിംഫ് നോഡിൽ ലിംഫോസൈറ്റുകൾ ഉണ്ടാവും, കൂടാതെ മാക്രോഫേജുകൾ ഉണ്ടാവും, കൂടാതെ ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലേറ്റ് ആൻറ്റിജൻ ലിംഫിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാൻ ആവശ്യമായ ലിംഫോസൈറ്റ്സ് ഒക്കെ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ലിംഫ് നോഡുകൾ. ഞാൻ പറഞ്ഞു ലിംഫാറ്റിക് വെസൽസിൻ്റെ ജംഗ്ഷൻസിലാണ് നമുക്ക് ഈ ലിംഫ് നോഡ്സ് കാണാൻ പറ്റുക. എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള, പുറത്തൊരു ക്യാപ്സ്യൂളുള്ള ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇവർ. ഇതിനെ 3 റീജിയനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് റീജിയൻ കോർട്ടെക്സ്, മിഡിൽ റീജിയൻ പാരാകോർട്ടെക്സ്, ഇന്നർ റീജിയൻ മെഡുല്ല. സോ മെഡുല്ല, പാരാകോർട്ടെക്സ്, കോർട്ടെക്സ്, അതിൻ്റെയും പുറത്ത് ക്യാപ്സ്യൂൾ. അപ്പോൾ ഈ വെസൽസിലൂടെയൊക്കെ വരുന്ന ലിംഫിലൂടെ കടന്നു വരുന്ന ആൻറ്റിജൻസിനെ ഇവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റുകൾ അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് സ്പ്ലീൻ ആണ്. സ്പ്ലീൻ ഈസ് എൻ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ വിച്ച് ഇസ് ഓവോയിഡ് ഇൻ ഷേപ്പ് ആൻഡ് ഇസ് സറൗണ്ടഡ് ബൈ എ ക്യാപ്സ്യൂൾ. ഇപ്പോൾ ഒരു ക്യാപ്സുലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഹൈ ഇൻ ദ ലെഫ്റ്റ് അബ്ഡോമിനൽ ക്യാവിറ്റി വിച്ച് ഐ ക്യാൻ ഷോ യു ഹിയർ. ഇതാ ഇവിടെ ദിസ് ഇസ് ദ സ്പ്ലീൻ. ഇതാണ് ഡയഫ്രം. സോ ഡയഫ്രം, ഇത് തൊറാസിക് ക്യാവിറ്റി, ഡയഫ്രത്തിന് മുകളിലുള്ള തൊറാസിക് ക്യാവിറ്റി, താഴെയുള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റി. ഇവിടെ പാൻക്രിയാസ് കാണാം, കിഡ്നി കാണാം. സോ ഇത് ഡിയോഡിനം ഒക്കെ. അപ്പോൾ ഈ ഒരു റീജിയനിലായിട്ട് ഇൻഡസ്റ്റൈൻ്റെ അടുത്തായിട്ടാണ് ഈ സ്പ്ലീൻ കാണുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ ഹൈ അപ്പായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളൊരു സിംഗിൾ ആയിട്ടുള്ള ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്ത് അഡൽസിൽ ഒരു 5 ഇഞ്ചസ് ഒക്കെ വരും. ആൻഡ് ദിസ് ഇസ് ദ ലാർജസ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. ഇനി സ്പ്ലീനിൻ്റെ ജോലി. ഇപ്പോൾ ലിംഫ് നോഡ്സ് എന്താ ചെയ്തത്? ലിംഫിലൂടെ വരുന്ന ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്യുക ചെയ്തത്. സ്പ്ലീൻ എന്താ ചെയ്യുന്നത്? ബ്ലഡിലൂടെ വരുന്ന ആൻറ്റിജൻസിനെയാണ് ട്രാപ്പ് ചെയ്യുക. അപ്പോൾ ബോഡിയിലെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസിനോടാണ് ശരിക്കും പറഞ്ഞാൽ സ്പ്ലീൻ റെസ്പോണ്ട് ചെയ്യുക. കാരണം ബ്ലഡ് ബോൺ ആൻറ്റിജൻസിനെയാണ് സ്പ്ലീൻ ട്രാപ്പ് ചെയ്യുക. വേറെ ലിംഫ് നോഡ്സിലുള്ള ലിംഫോസൈറ്റ്സ് ട്രാപ്പ് ചെയ്യുക ലിംഫിലൂടെ വരുന്ന ആൻറ്റിജൻസിനെയാണ്. എന്നാൽ ബ്ലഡിലൂടെ വരുന്ന ആൻറ്റിജൻസിനെ സ്പ്ലീൻ ട്രാപ്പ് ചെയ്യും. അപ്പോൾ സ്പ്ലീൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ഓർഗൻ സിസ്റ്റമുകളിൽ വരുന്ന ഇൻഫെക്ഷനോട് കൂടുതൽ പൊരുതി നിൽക്കുന്നത് സ്പ്ലീനിലുള്ള ലിംഫോസൈറ്റ്സ് ആണ്. സ്പ്ലീനിലേക്ക് ലിംഫാറ്റിക് സപ്ലൈ ഇല്ല, പകരം ബ്ലഡ് സപ്ലൈ ആണുള്ളത്. നമുക്കിവിടെ കാണാം, ഇതാ സ്പ്ലീനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന സ്പ്ലീനിക് ആർട്ടറി, അതേപോലെ സ്പ്ലീനിൽ നിന്ന് ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്ന സ്പ്ലീനിക് വെയിൻ ഒക്കെ നമുക്കിവിടെ കാണാം. കണ്ടോ? സോ ദിസ് ഇസ് എ സ്പ്ലീനിക് ആർട്ടറി വിച്ച് ഇസ് സപ്ലൈയിങ് ബ്ലഡ് ടു ദ സ്പ്ലീൻ. അപ്പോൾ സ്പ്ലീനിക് ആർട്ടറി വഴിയാണ് ബ്ലഡ് സ്പ്ലീനിൽ കയറുക. ഈ ബ്ലഡിലൂടെ വരുന്ന ആൻറ്റിജൻസിനെ ഒക്കെ അതേ ആൻറ്റിജൻസിനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പ്ലീൻ ഡീൽ ചെയ്യുക. പിന്നെ ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നതും മെച്യൂർ ആകുന്നതും ഒക്കെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ്.
അവിടുന്ന് ഈ ലിംഫോസൈറ്റ്സ് സ്പ്ലീനിൽ വന്ന് സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ആ ലിംഫോസൈറ്റ്സ് കയറി വരുന്നത് സ്പ്ലീനിക് ആർട്ടറിയിലൂടെയാണ്. സോ ദ ലിംഫോസൈറ്റ്സ് വിച്ച് ആർ മെച്യൂർഡ് in the bone marrow and the thymus will come and get stored in the spleen through this splenic artery itself. ഇനി അടുത്തത്, so I have shown you the position of the spleen which is there in the abdominal cavity below the diaphragm. Then ഇനി ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയൊരു സെക്ഷനാണ് സ്പ്ലീനിൻ്റെ. അപ്പോൾ ഈ സ്പ്ലീനിൻ്റെ പുറത്ത് ഒരു കവറിംഗ് ഉണ്ട്. ദിസ് കവറിംഗ് ഇസ് കോൾഡ് ആസ് എ ക്യാപ്സ്യൂൾ. ഇതിനെയാണ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുക. ഈ ക്യാപ്സ്യൂളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. ഇറ്റ് ഇസ് പ്രൊജക്ഷൻസ് ആർ ദർ അറൈസിങ് ഫ്രം ദിസ് ക്യാപ്സ്യൂൾ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ സ്പ്ലീൻ, ദർ ബൈ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ട്രബിക്യുലേ. ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ട്രബിക്യുലേ. അപ്പോൾ ട്രബിക്യുലേ ശരിക്കും സ്പ്ലീനിൻ്റെ ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റിലേക്ക്, സ്പ്ലീനിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് സ്പ്ലീനിനെ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കമ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് 2 തരം ടിഷ്യൂ കാണാൻ പറ്റും. പുറത്ത് കാണുന്നത് ഇതിനെയാണ് നമ്മൾ റെഡ് പൾപ്പ് എന്ന് വിളിക്കുക. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ റെഡ് പൾപ്പ്. ഉള്ളിൽ കാണുന്നതാണ് വൈറ്റ് പൾപ്പ്. സോ ദിസ് ഇസ് റെഡ് പൾപ്പ് ആൻഡ് ദിസ് ഇസ് ദ വൈറ്റ് പൾപ്പ്. ഇതാണ് വൈറ്റ് പൾപ്പ്. സോ ഹിയർ യു ക്യാൻ സീ ദ വൈറ്റ് പൾപ്പ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു മാർജിനൽ സോൺ ഉണ്ട്. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ടു ബി ദ മാർജിനൽ സോൺ. അപ്പോൾ ഇത് റെഡ് പൾപ്പ്, ഇത് വൈറ്റ് പൾപ്പ്, ഇത് മാർജിനൽ സോൺ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് കാണാം ദ സ്പ്ലീനിക് ആർട്ടറി ഈസ് എൻ്ററിങ് ഇൻ ടു ദ സ്പ്ലീൻ ആൻഡ് ഈ സ്പ്ലീനിക് ആർട്ടറിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് ആണ് വൈറ്റ് പൾപ്പ് ഇരിക്കുന്നത്. സോ ദ വൈറ്റ് പൾപ്പ് ഇസ് സീൻ സറൗണ്ടിങ് ദ ബ്രാഞ്ചസ് ഓഫ് ദ സ്പ്ലീനിക് ആർട്ടറി. ഹിയർ യു ക്യാൻ സീ ദ സ്പ്ലീനിക് ആർട്ടറി ഇസ് എൻ്ററിങ് ഇൻ ടു ദ സ്പ്ലീൻ. ഇറ്റ് ഇസ് സ്പ്ലിറ്റിംഗ് ഇൻ ടു ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചസിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു ഷീത്ത് പോലെയാണ് ഈ വൈറ്റ് പൾപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെരി ആർട്ടിയോലാർ ലിംഫോയിഡ് ഷീറ്റ്. പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീറ്റ്. ഈ ആർട്ടീരിയോൾസിൻ്റെ ചുറ്റുമുള്ള ലിംഫോയിഡ് ഷീത്തായിട്ടാണ് ഈ വൈറ്റ് പൾപ്പ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീറ്റ്. സോ ദീസ് ആർ ദ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ സ്പ്ലീൻ. Now we will go to a differentiation between the red pulp and the white pulp. അപ്പോൾ ഐ ഓൾറെഡി ടോൾഡ് യു റെഡ് പൾപ്പ് ഔട്ടർവേർഡ്സ് ആയിട്ടാണ് കാണുക, വൈറ്റ് പൾപ്പ് ഇൻറ്റീരിയറിലാണ് കാണുക. അപ്പോൾ റെഡ് പൾപ്പിൽ എന്താ ഉള്ളത്? റെഡ് പൾപ്പിൽ നിറയെ ഇങ്ങനത്തെ സൈനസോയിഡ്സ് കാണാം, ഇങ്ങനെ ബ്ലഡ് ഫിൽഡ് സ്പേസസ് കാണാം. ഇതൊരു സെക്ഷനാണ്, അതുകൊണ്ട് ഇതൊക്കെ ബ്ലഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസസ് ആണ്. ഈ ബ്ലഡ് ഫിൽഡ് സ്പേസസിനെ വിളിക്കുന്ന പേരാണ് സൈനസോയിഡ്സ്. നേരെ മറിച്ച് വൈറ്റ് പൾപ്പിൽ എന്താ കാണുന്നത്? വൈറ്റ് പൾപ്പ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ആർട്ടീരിയോളിൻ്റെ സ്പ്ലീനിക് ആർട്ടറി എൻ്റർ ചെയ്ത് വരുന്ന ആർട്ടീരിയോൾസിൻ്റെ ചുറ്റും ഒരു ഷീത്തായിട്ടാണ് നമുക്ക് വൈറ്റ് പൾപ്പ് കാണാൻ സാധിക്കുക. അപ്പോൾ റെഡ് പൾപ്പ് പുറത്ത്, അതിനകത്ത് നിറയെ വാസ്കുലാർ സൈനസോയിഡ്സ് ഉണ്ട്. വൈറ്റ് പൾപ്പ് ഉള്ളിൽ, അത് ആർട്ടീരിയോൾസിൻ്റെ ചുറ്റും ഒരു ഷീത്ത് പോലെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെഡ് പൾപ്പിൽ കൂടുതലുള്ളത് മാക്രോഫേജസ്, RBC, കുറച്ച് ലിംഫോസൈറ്റ്സും. അപ്പോൾ RBC അവിടെ കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ റെഡ് ആയിട്ടുള്ള അപ്പിയറൻസ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ റെഡ് പൾപ്പ്. പിന്നെ വൈറ്റ് പൾപ്പിൽ കൂടുതലുള്ളത് T ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ റെഡ് പൾപ്പിൽ മാക്രോഫേജസും RBCസും ആണ് കൂടുതൽ, വൈറ്റ് പൾപ്പിൽ T ലിംഫോസൈറ്റ്സ് ആണ് കൂടുതൽ. ഇനി റെഡ് പൾപ്പിൻ്റെ നമ്മൾ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഡിഫക്റ്റീവായിട്ടുള്ള ഓൾഡ് RBCനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും റെഡ് പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് പൾപ്പിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാക്രോഫേജസ് ഒക്കെ റെഡ് പൾപ്പിൽ കൂടുതലാണ്. ഈ മാക്രോഫേജസ് എന്താ ചെയ്യുക? റെഡ് പൾപ്പിലിരിക്കുന്ന മാക്രോഫേജസ് ആണ് ഓൾഡ് ആയിട്ടുള്ള വോൺ ഔട്ട് RBCനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതും. ആ RBC ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഹിമോഗ്ലോബിൻ ഡിഗ്രേഡഡ് ആകും. അപ്പോൾ അതിൽ നിന്ന് അയേണൊക്കെ റിലീസാവും. അപ്പോൾ ആ സ്ഥലമാണ് ശരിക്കും റെഡ് പൾപ്പ്. അവിടെ ഇമ്മ്യൂൺ ഫങ്ഷൻ കുറവാണ്. എന്നാൽ നമ്മൾ വൈറ്റ് പൾപ്പിലേക്ക് വരികയാണെങ്കിൽ, വൈറ്റ് പൾപ്പിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതിൽ ഇറ്റ് ഇസ് റിച്ച്ലി പോപ്പുലേറ്റഡ് വിത്ത് T ലിംഫോസൈറ്റ്സ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ലിംഫോസൈറ്റ്സ് 2 തരം, B ലിംഫോസൈറ്റ്സ് ആൻഡ് T ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഈ വൈറ്റ് പൾപ്പിൽ നിറയെ T ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ഈ പോപ്പുലേഷൻസിനാണ് നമ്മൾ ലിംഫോയിഡ് വെസിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് പൾപ്പ് അല്ലെങ്കിൽ പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീത്ത് പറഞ്ഞില്ലേ, പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീത്ത്. ദിസ് ഇസ് ദ പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീത്ത്. ഈ പെരി ആർട്ടീരിയോലാർ ലിംഫോയിഡ് ഷീത്തിൽ നിറയെ ഫോളിക്കിൾസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ഫോളിക്കിൾസ് എന്ന് വിളിക്കുക. ലിംഫോസൈഡ് റിച്ച് ആയിട്ടുള്ള ഈ ഏരിയാസിനെയാണ് നമ്മൾ ഫോളിക്കിൾസ് എന്ന് വിളിക്കുക. കണ്ടോ, ഇതാണ് ഫോളിക്കിൾസ്. പെരി ആർട്ടീരിയോലാർ
ലിംഫോയിഡ് ഷീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫോളിക്കിൾസ്. ഈ ഫോളിക്കിൾസിൽ നിറയെ ബി സെൽസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ടി സെൽസ് ഉണ്ട്. അപ്പോൾ 2 തരം ലിംഫോസൈറ്റ്സും ധാരാളം കാണുന്ന ഏരിയയാണ് വൈറ്റ് പൾപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ബ്ലഡിലൂടെ കയറി വരുന്ന ആൻറ്റിജൻസിനെ മുഴുവൻ ടാക്കിൾ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ആണ്. അപ്പോൾ റെഡ് പൾപ്പിനെ കമ്പയർ ചെയ്താൽ ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റീജൻ വൈറ്റ് പൾപ്പാണ്. കാരണം ഈ പറയുന്ന ടി ആൻഡ് ബി സെൽസ് റിച്ച്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം വൈറ്റ് പൾപ്പ് ആയതുകൊണ്ട് അതൊരു ഇമ്മ്യൂണോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് കമ്പയർഡ് ടു ദ റെഡ് പൾപ്പ്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, റെഡ് പൾപ്പിൻ്റെയും വൈറ്റ് പൾപ്പിൻ്റെ ഇടയിൽ ഒരു മാർജിനൽ സോൺ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും ഉണ്ട് മാക്രോഫേജസ്, ലിംഫോസൈറ്റ്സ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഒക്കെ. ഈ സെല്ലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, മാർജിനൽ സോണിലും നിറയെ മാക്രോഫേജസ് ഉണ്ട്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് ഏരിയ ഈസ് ഓൾസോ കൺസിഡേർഡ് ടു ബി ഇമ്മ്യൂണോളജിക്കലി ഫങ്ഷണൽ. സോ ദിസ് ഇസ് ഓൾ റിഗാർഡിംഗ് ദ സ്പ്ലീൻ. നമ്മൾ സ്പ്ലീനിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ മെഷർമെൻറ്റ്, ഡൈമെൻഷൻസ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റുകൾ എന്തൊക്കെ തരം സെൽസ്, എന്തൊക്കെ തരം ടിഷ്യൂസ് നമുക്ക് സ്പ്ലീനിൽ കാണാം, എന്തൊക്കെയാണ് അവരുടെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ കണ്ടു. ഇനി നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തൈമസ് എന്ന് പറയുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ്, ഹാർട്ടിൻ്റെ മുകളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓർഗൻ. അത് ടി ലിംഫോസൈറ്റ്സിൻ്റെ ട്രെയിനിങ് സ്കൂളാണ്. ആ തൈമസ് ഒരു കുഞ്ഞു കുട്ടിയിൽ ജനിക്കുമ്പോൾ തൈമസ് ഉണ്ടാകും, പക്ഷെ അത് ഗ്രോ ചെയ്ത് പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്കും തൈമസ് വലുതായിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ട് തൈമസ് ഡിഗ്രേഡ് ചെയ്യപ്പെടുക, ഡീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അത്തരം ഒരു ഇഫക്റ്റ് സ്പ്ലീനിനില്ല. സ്പ്ലീനിന് അങ്ങനെ ഒരു അട്രോഫി നടക്കുക, ഡീജനറേഷൻ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ചില കേസസിലൊക്കെ നമുക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പ്ലീനെക്ടോമി ചെയ്യേണ്ടി വരും. വാട്ട് ഇസ് മെന്റ് ബൈ സ്പ്ലീനെക്ടോമി? സർജിക്കൽ റിമൂവൽ ഓഫ് സ്പ്ലീൻ. ഇപ്പോൾ എന്തെങ്കിലും ട്യൂമേഴ്സ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ചില കേസസിലൊക്കെ നിർബന്ധമായിട്ടും സ്പ്ലീനെക്ടോമി ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സ്പ്ലീൻ സർജിക്കലായി റിമൂവ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ എഫക്ട്സ് ആണ് ബോഡിയിൽ ഉണ്ടാവുക? കാരണം ഇപ്പം നമ്മൾ സ്പ്ലീനിനെ ഒരു ഇമ്മ്യൂണോളജിക്കൽ ഓർഗനായിട്ടാണ് പഠിച്ചത്. അപ്പോൾ സ്പ്ലീൻ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സോ സ്പ്ലീനെക്ടോമിയുടെ എഫക്റ്റ് ഏജ് ഡിപ്പെൻഡൻ്റ് ആണ്. ദ എഫക്റ്റ് ഓഫ് സ്പ്ലീനെക്ടോമി ഈസ് ഏജ് ഡിപ്പെൻഡൻറ്റ്. അതായത് ഇപ്പോൾ ചിൽഡ്രനിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. സ്പ്ലീനെക്ടോമി കൂടുതൽ സെൻസിറ്റീവായിരിക്കുന്നത് ചിൽഡ്രനിലാണ്. കാരണം എന്താ, സ്പ്ലീൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പ്ലീൻ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്. അപ്പോൾ ആ ഓർഗൻ റിമൂവ് ആയിക്കഴിഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായി മാറും. ബ്ലഡ് ബോൺ പാത്തോജനെ ഒന്നും ട്രാപ്പ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ ബ്ലഡ് ബോൺ പാത്തോജൻസൊക്കെ ബോഡിയുടെ പല സ്ഥലത്ത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കും, പലതരം ഡിസീസസ് ഉണ്ടാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്ലീനെക്ടോമി ചെയ്ത കുട്ടികളിൽ കൂടുതലായിട്ട് ഈ അസുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇൻഫെക്ഷൻ, നെയ്സീരിയ, മെനിഞ്ചൈറ്റിസ് ഇൻഫെക്ഷൻ, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷനൊക്കെ. കാരണം യൂഷ്വലി നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കോമ്പാറ്റ് ചെയ്യുന്നത് സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗനാണ്. പക്ഷേ സ്പ്ലീനെക്ടോമി ചെയ്തു കഴിഞ്ഞാൽ ചിൽഡ്രനിൽ ഈ പറയുന്ന ബാക്ടീരിയയുടെയൊക്കെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ വിച്ച് ഷോസ് us that സ്പ്ലീൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻ. പക്ഷേ അഡൽട്സിൽ ഇതിൻ്റെ എഫക്റ്റ് കുറവാണ്. ചിൽഡ്രനിലാണ് സ്പ്ലീനെക്ടോമി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അഡൽട്സിൽ ലെസ് അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്. എന്നിരുന്നാലും അഡൽട്സിൽ യു ക്യാൻ സി ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ബ്ലഡ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ഇതിനെ ബാക്ടീരിയമിയ എന്ന് വിളിക്കും. നോർമലായിട്ടുള്ളൊരു അഡൽറ്റിനെ അപേക്ഷിച്ച് സ്പ്ലീനെക്ടോമി ചെയ്തിട്ടുള്ള അഡൽട്സിൽ ബ്ലഡ് ബോൺ ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ ഓൾ ദീസ് പ്രൂവ് ദാറ്റ് സ്പ്ലീൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻ. നൗ സോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ നമ്മൾ പഠിച്ചത് 1 ലിംഫ് നോഡ്, 2 സ്പ്ലീന്, 3 മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. സോ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ടെയ്നിങ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് റിച്ച്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ നമ്മൾ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയാം. വൈ ഇറ്റ് ഇസ് സെഡ് ടു ബി മ്യൂക്കോസ അസോസിയേറ്റഡ്? സോ ഫോർ ദാറ്റ് യു ഷുഡ് know what is mucosa. So there are some pipes in your body or there are certain pathways in your body.
ഒന്ന് നിങ്ങളുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറയുന്ന കുഴൽ, പിന്നെ നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്ന കുഴൽ, പിന്നെ നമ്മളുടെ യൂറിനോജനൈറ്റൽ ട്രാക്റ്റ് എന്ന് പറയുന്ന കുഴൽ. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, നമ്മുടെ യൂറിനോജനൈറ്റൽ ട്രാക്റ്റ്, നമ്മുടെ നെയ്സോഫാരഞ്ചൽ ട്രാക്റ്റ്, ഇങ്ങനെയുള്ള ട്രാക്റ്റിൽ ഓറൽ ട്രാക്റ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ എലിമെൻ്ററി കനാൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം ട്രാക്റ്റുകളുടെയൊക്കെ ഉൾഭാഗം, ആ ഉൾഭാഗത്തെ ലൈനിങ്ങിൻ്റെ പേരാണ് മ്യൂക്കോസ. സോ ദ ഇന്നർ ലൈനിങ് of the gastrointestinal tract, the respiratory tract and the urinogenital tract is called as the mucosa. ഈ മ്യൂക്കോസയിൽ പല സ്ഥലത്തായിട്ട് പാച്ചസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ഇരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സ്പ്ലീനിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ തൈമസിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ലിംഫ് കാര്യമാണെങ്കിലും ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണത്. ഒരു ഡെഫിനിറ്റ് ഷേപ്പുള്ള ലിംഫോയിഡ് ഓർഗൻസ് ആണ് സ്പ്ലീന്, തൈമസ്, അതേപോലെ തന്നെ ലിംഫ് നോഡൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ യൂറിനോജനൈറ്റൽ ട്രാക്റ്റിൻ്റെയൊക്കെ ഇന്നർ ലൈനിങ്ങിൽ അവിടെയായിട്ട് പാച്ചുകളായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. സോ ഇറ്റ് ഇസ് എ ഡിഫ്യൂസ് സിസ്റ്റം ഓഫ് സ്മോൾ കോൺസെൻട്രേഷൻസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ഫൗണ്ട് ഇൻ ദ സബ്മ്യൂക്കോസൽ മെംബ്രെയിൻ ഓഫ് gastrointestinal tract, oral passage, nasopharyngeal tract, thyroid, breast, lung, salivary gland, eye and skin. ഇതിനെയാണ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ്, യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ കളക്ഷൻ. നമ്മുടെ ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ ഭിത്തിയിൽ അവിടെയായിട്ട് പാച്ചസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ, അതാണ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോൾ ഇതിനൊന്നും ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഇല്ല. ഒരു സ്പ്ലീനിനെ പോലെയോ തൈമസിനെ പോലെയോ ലിംഫ് നോഡിനെ പോലെയോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഇല്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ ആകെ ടോട്ടൽ മാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പ്ലീന്, തൈമസ്, ബോൺ മാരോ, ബാക്കി എല്ലാ ഓർഗൻസിൻ്റെയും കൂടെ കൂടി ചേർന്നുള്ള വെയിറ്റിലും കൂടുതലായിരിക്കും മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂവിൻ്റെ വെയിറ്റ്. So mucosal associated lymphoid tissue is remaining as diffuse patches. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പാച്ചസ് ആണെങ്കിലും ഇതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ലിംഫോയിഡ് ഓർഗൻസിൻ്റെ ഒക്കെ ടോട്ടൽ മാസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇനി എന്താണ് ഇവിടെ ഉള്ളത്? ടി സെൽസ്, ബി സെൽസ്, ആൻറ്റിബോഡി സെക്രീറ്റിംഗ് ബി സെൽസ് വിച്ച് ആർ കോൾഡ് ആസ് പ്ലാസ്മ സെൽസ്, അതേപോലെ ഫാഗോസൈറ്റോസിസ് നടത്താൻ കഴിവുള്ള മാക്രോഫേജസ്, ഇതൊക്കെയാണ് ഈ മാൾട്ടിലുള്ളത്. സോ ഇവർക്കൊക്കെ ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ യൂറിനോജനൈറ്റൽ സിസ്റ്റത്തിലൂടെയോ കയറി വരുന്ന ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. സോ സച്ച് എ ടിഷ്യൂ ഈസ് കോൾഡ് ആസ് ദി മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇനി എന്തൊക്കെയാണ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂൻ്റെ എക്സാമ്പിൾസ്? ഒന്ന് പെയേഴ്സ് പാച്ചസ്, ഇത് ഇൻറ്റസ്റ്റൈനിൽ കാണുന്നതാണ്. ഇതിൻ്റെ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അടുത്തത് ടോൺസിൽസ്, പിന്നെ അപ്പൻഡിക്സ്, ഇതൊക്കെ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂന് എക്സാമ്പിളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗോ ടു ദ ടോൺസിൽസ്. നോക്കിക്കോട്ടോ, നമുക്ക് 3 ലൊക്കേഷൻസിലാണ് ടോൺസിൽസ് ഉള്ളത്. ഒന്ന് സോ ഇതെന്താ? നമ്മുടെ ടങ് ആണ്. കണ്ടോ, ദിസ് ഇസ് അവർ ടങ്. ഈ ടങ്ങിൻ്റെ ബേസിലായിട്ട്, ടങ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു ടോൺസിൽ കാണാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് ആസ് എ ലിംഗ്വൽ ടോൺസിൽ. ഇപ്പോൾ ടങ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തായിട്ട് യു ക്യാൻ സീ ദ ലിംഗ്വൽ ടോൺസിൽ. ഇനി ടങ്ങിൻ്റെ 2 സൈഡിലായിട്ട് പാലറ്റൈൻ ടോൺസിൽ, പിന്നെ ഇവിടെ ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഇയാളുടെ നേസൽ ക്യാവിറ്റി, ഇത് ബക്കൽ ക്യാവിറ്റി. ഈ ബക്കൽ ക്യാവിറ്റിയുടെ ഇവിടെ ഒരു ഫാരിങ്സ് ഉണ്ട്, ഫാരിങ്സ്. ഈ നേസോഫാരിങ്സിൻ്റെ റൂഫിലായിട്ട് ഫാരിഞ്ചൽ ടോൺസിൽ. അപ്പോൾ 3 തരം ടോൺസിലാണ്. ദ ലിംഗ്വൽ ടോൺസിൽ അറ്റ് ദ ബേസ് ഓഫ് ദ ടങ്, ദ പാലറ്റൈൻ ടോൺസിൽ അറ്റ് ദ സൈഡ് ആൻഡ് ബാക്ക് ഓഫ് ദ മൗത്ത്, ആൻഡ് ദ ഫാരിഞ്ചൽ ടോൺസിൽ ഓർ ദി അഡിനോയിഡ്സ് ഓൺ ദി റൂഫ് ഓഫ് ദ നേസോഫാരിങ്സ്. അപ്പോൾ ഈ 3 ടോൺസിൽസിലും ധാരാളം ലിംഫോസൈറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കാണുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ മ്യൂക്കോസയിലാണ്. So that is why it is considered to be a mucosal associated lymphoid tissue. കാരണം ഈ ഫാരിങ്സ് എന്ന് പറയുന്ന ടങ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മ്യൂക്കോസയിലാണ് ഇതൊക്കെ കാണുന്നത്. So that is why this is considered to be a mucosal associated lymphoid tissue. So they are examples of
mucosal associated lymphoid tissue or lymphoid organs or secondary lymphoid organs where there are large number of lymphocytes stored. അപ്പോൾ ഇതിലൂടെ കയറി വരുന്ന പാത്തോജൻസിനെ ഇവിടെയുള്ള ലിംഫോസൈറ്റ്സ് ഡീൽ ചെയ്തോളും. ഇനി അടുത്തത് ഈ 3 ടോൺസിൽസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നേസൽ ക്യാവിറ്റിയിലൂടെയോ ഓറൽ ക്യാവിറ്റിയിലൂടെയോ ഒക്കെ കയറി വരുന്ന ആൻറ്റിജൻസിനെ ഇവിടെയുള്ള ലിംഫോസൈറ്റ്സും മാക്രോഫേജസും ഒക്കെ കൂടി നശിപ്പിച്ചോളും. ഇനി അടുത്ത മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത് പെയേഴ്സ് പാച്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പെയേഴ്സ് പാച്ചസ് എന്താണെന്ന് കാണാം. അപ്പോൾ ഇത് ഇൻഡസ്റ്റൈൻ്റെ ഒരു ചെറിയ ഭാഗം സെക്ഷൻ എടുത്തിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു നമുക്കൊരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ നമുക്ക് സർക്കുലർ ആയിട്ടുള്ളൊരു ഔട്ട്ലൈനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഭാഗം ഇതെന്താണ്? ഇൻഡസ്റ്റൈൻ്റെ ല്യൂമൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വില്ലയാണ്. സോ ദീസ് ആർ ദ വില്ലൈ വിച്ച് ആർ പ്രൊജക്റ്റിംഗ് ഇൻ ടു ദ ല്യൂമൻ ഓഫ് ദി ഇൻഡസ്റ്റൈൻ. അപ്പോൾ ഇതിലൂടെയാണ് ഫുഡ് വരിക. ദിസ് ഇസ് ദി ഇൻഡസ്റ്റൈനൽ ല്യൂമൻ ത്രൂ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് കംസ്. ഫുഡ് പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇതാണ് വില്ലൈ, ല്യൂമനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വില്ലൈ. അതുകൊണ്ട് ഈ ലെയറാണ് മ്യൂക്കോസ. ഏറ്റവും ഇന്നർ ലെയറാണ് മ്യൂക്കോസ. ദിസ് ഇസ് ദ മ്യൂക്കോസ. അതിൻ്റെ പുറത്തെ ലെയർ സബ് മ്യൂക്കോസ. അതിൻ്റെ പുറത്തെ ലെയർ മസിൽ ലെയർ. അതിൻ്റെ പുറത്തൊരു സിറോസ. സിറോസ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇൻഡസ്റ്റൈൻ്റെ ഭിത്തി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ല്യൂമനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വില്ലൈ നമുക്ക് കാണാം. ആ വില്ലൈ ഇരിക്കുന്ന ഈ ലെയറാണ് മ്യൂക്കോസ. അതിൻ്റെ തൊട്ട് താഴെ സബ് മ്യൂക്കോസ, അതിൻ്റെ താഴെ മസ്കുലാരിസ്. ഇനി നോക്കിക്കോ, ഈ മ്യൂക്കോസ, ദിസ് റീജൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ മ്യൂക്കോസ. ഇവിടെ നിങ്ങൾക്കിതാ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഫോളിക്കിൾസ് കാണാം. ഉണ്ടോ? ഇവിടെ ഫോളിക്കിൾസ്. ഈ ഫോളിക്കിൾസിലൊക്കെ എന്താ ഇരിക്കുന്നത്? ലിംഫോസൈറ്റ്സ് ആണ് ഇരിക്കുന്നത്. സോ ദീസ് ഫോളിക്കിൾസ് കണ്ടെയ്ൻ ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഈ റീജനെ ഒരു പേര് വിളിക്കും. ദിസ് റീജൻ, ദിസ് മ്യൂക്കോസ where there are lymphocyte rich follicles. This region is called as a lamina propria. ഈ മ്യൂക്കോസയുടെ ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് ലാമിന പ്രോപ്രിയ. അപ്പോൾ ഈ ലാമിന പ്രോപ്രിയയിൽ നിറയെ ഫോളിക്കിൾസ് ഉണ്ട്. ആ ഫോളിക്കിൾസിൽ ബി സെൽസ് ഉണ്ട്, ആൻറ്റിബോഡി സെക്രീറ്റിംഗ് സെൽസ് ഉണ്ട്, ടി സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്. ഇതേപോലത്തെ ഒരു 15,000 ഫോളിക്കിൾസൊക്കെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലാമിന പ്രോപ്രിയയിൽ കാണും. അപ്പോൾ ഇതൊക്കെ ലിംഫോസൈറ്റ് റിച്ച് ആയിട്ടുള്ള ഫോളിക്കിൾസ് ആണ്. അപ്പോൾ ഇത് ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂവിന് എക്സാമ്പിളാണ് ദ ഫോളിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ ലാമിന പ്രോപ്രിയ. ഈ ലാമിന പ്രോപ്രിയയിൽ കാണുന്ന ഈ 15,000-ഓളം ഫോളിക്കിൾസ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലൂടെ കടന്നു വരുന്ന ഫുഡിൽ എന്തെങ്കിലും ആൻറ്റിജനോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാനും ഒക്കെ ഇവിടെയുള്ള സെൽസിന് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള സെൽസ് ഈ ആൻറ്റിജനെ ട്രാപ്പ് ചെയ്ത് ഈ ഫോളിക്കിൾസിലുള്ള ലിംഫോസൈറ്റ്സിന് ഇട്ടുകൊടുക്കും. ദെൻ രണ്ടാമത് മ്യൂക്കോസ കഴിഞ്ഞ അടുത്ത ലെയറാണ് സബ് മ്യൂക്കോസ. ഈ സബ് മ്യൂക്കോസയിലും ധാരാളം ഫോളിക്കിൾസ് ഉണ്ട്. സബ് മ്യൂക്കോസ ഓൾസോ കണ്ടെയ്ൻസ് ഫോളിക്കിൾസ് ആൻഡ് ദീസ് ഫോളിക്കിൾസ് ആർ ഓൾസോ റിച്ച് ഇൻ ലിംഫോയിഡ് ഫോളിക്കിൾസ് ആൻഡ് ദേ കണ്ടെയ്ൻ ലോട്ട്സ് ഓഫ് ലിംഫോസൈറ്റ്സ്. ഇതേപോലത്തെ ഒരു 30 to 40 ലിംഫോയിഡ് ഫോളിക്കിൾസ് ഈ സബ് മ്യൂക്കോസയിലും ഉണ്ടാവും. അപ്പോൾ ഈ 2 ലെയറിലുള്ള ഫോളിക്കിൾസിലുള്ള ലിംഫോസൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫുഡിലൂടെ കടന്നു വരുന്ന ആൻറ്റിജൻസിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. സോ ദ ഫോറിൻ ആൻറ്റിജൻസ് വിച്ച് ആർ കമ്മിങ് ത്രൂ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആസ് വെൽ ആസ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ദ യൂറിനോജെനറ്റൽ ട്രാക്സ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഈ താഴെയുള്ള ഈ ഫോളിക്കിൾസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്ത് ഈ ഫോളിക്കിൾസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോളിക്കിൾസിലുള്ള ലിംഫോസൈറ്റ്സ് ഒക്കെ ഈ ആൻറ്റിജൻസിനെ നശിപ്പിച്ചോളും. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. എന്താ കാര്യം? ഇത് ഇൻഡസ്റ്റൈൻ്റെ ലൂമനാണ്, ഇത് ഇൻഡസ്റ്റൈൻ്റെ ഭിത്തിയാണ്. ഇതിലുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറിലാണ് നമ്മൾ ഈ ഫോളിക്കിൾസ് കണ്ടത്, അതിൻ്റെ തൊട്ട് താഴെയുള്ള സബ് മ്യൂക്കോസയിലും. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ്, ഇവിടെയുള്ള ലിംഫോസൈറ്റ്സും ഈ ഫോളിക്കിൾസും എല്ലാം മ്യൂക്കോസയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇതിനെയും എന്തായിട്ട് തന്നെയാണ് പെടുത്തുക? മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആയിട്ട് തന്നെയാണ് ഇതിനെയും നമ്മൾ കൺസിഡർ ചെയ്യുക. ത്തേക്കുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റ് പോറുകൾ മാത്രമാണ്. അപ്പോൾ സ്കിൻ ശരിക്കും ഒരു ഇംപെർവിയസ് ആയിട്ടുള്ള ബാരിയറാണ്. അങ്ങനെ ഒരു ഫിസിക്കലായിട്ടുള്ള ബാരിയർ ഫോം ചെയ്യുന്നതിന് പുറമേ സ്കിൻ ഒരു ഇമ്മ്യൂണോളജിക്കൽ ബാരിയർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്കറിയാം സ്കിന്നിന് 2 ലെയേഴ്സ് ഉള്ളത്. ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ ഇസ് കോൾഡ് ആസ് എപ്പിഡെർമൽ ലെയർ ആൻഡ് ദ ലെയർ ബിനീത്ത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ഡെർമൽ ലെയർ. അപ്പോൾ പുറത്തെ എപ്പിഡെർമിസ്, ഉള്ളിൽ ഡെർമിസ്. എപ്പിഡെർമിസിൽ എന്തൊക്കെ ഇമ്മ്യൂണോളജിക്കൽ സെൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഈ എപ്പിഡെർമിസിൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെരാറ്റിനോസൈറ്റ്സ്. ഈ കെരാറ്റിനോസൈറ്റ്സിന് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താ സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ? ദേ ആർ സിഗ്നൽ മോളിക്യൂൾസ് വിച്ച് വിൽ ഇനീഷ്യേറ്റ് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ഒരു ഇൻഫെക്ഷനോ ഡാമേജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ലിംഫോസൈറ്റ്സിനെയും അതേപോലെ അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈയും ഒക്കെ കൂട്ടുന്ന ഒരു റിയാക്ഷനാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. So there will be more blood flow leading to redness. There will be swelling of that region because of the inflow of blood and the tissue fluid. അവിടെ നിറയെ മാക്രോഫേജസും ലിംഫോസൈറ്റ്സും ഒക്കെ എത്തിപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു റിയാക്ഷനാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആൻഡ് ഇമ്മ്യൂൺ റിയാക്ഷൻ. അതിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിനാണ് നമ്മൾ സൈറ്റോകൈൻസ് എന്ന് വിളിക്കുക. അപ്പോൾ സൈറ്റോകൈൻസ് ആർ മെസ്സഞ്ചർ മോളിക്യൂൾസ് വിച്ച് വിൽ ഹെൽപ്പ് ഇൻ സ്റ്റാർട്ടിംഗ് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ്. സോ ദർ ആർ സം സൈറ്റോകൈൻസ് വിച്ച് വിൽ ഇനീഷ്യേറ്റ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ഇത്തരം സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എപ്പിത്തീലിയൽ ലെയറിലുള്ള അല്ലെങ്കിൽ എപ്പിഡെർമൽ ലെയറിലുള്ള കെരാറ്റിനോസൈറ്റ്സിനുണ്ട്. സോ വി വിൽ ഹാവ് എ ലുക്ക് അറ്റ് ദ കെരാറ്റിനോസൈറ്റ്സ്. സോ ദീസ് ആർ ദ കെരാറ്റിനോസൈറ്റ്സ്. കണ്ടോ, ഇവിടെ ഈ കാണുന്ന ഈ സെല്ലുകളാണ് കെരാറ്റിനോസൈറ്റ്സ്. അപ്പോൾ ഇവർക്ക് സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ലോക്കൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ലോക്കൽ ഇൻഫ്ലമേഷൻ വന്നാൽ തന്നെ അതിൽ കൂടെ എൻ്റർ ചെയ്യുന്ന മൈക്രോബ് ഡിഗ്രേഡായി പോയിക്കോളും. 2, ഈ എപ്പിത്തീലിയൽ സെല്ലിൻ്റെ മെട്രിക്സിലിടയിൽ തന്നെ വേറൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലാംഗർഹാൻസ് സെൽ. ഇതാ നമുക്കിവിടെ ലാംഗർഹാൻസ് സെല്ലിനെ കാണാം. കണ്ടോ, ഇതാ മാക്രോഫേജസിനെയൊക്കെ പോലെ സ്യൂഡോപോഡിയുള്ള സെല്ലുകളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവർക്ക് എൻഗൾഫ് ചെയ്യാൻ പറ്റും ആൻറ്റിജൻസിനെ, ഫാഗോസിറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ലാംഗർഹാൻസ് സെൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പിഡെർമിസിൽ കാണാൻ സാധിക്കുന്നത്. ഈ കെരാറ്റിനോസൈറ്റ്സ് അവർ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ലോക്കൽ ഇൻഫ്ലമേഷണറി റിയാക്ഷൻസിന് കാരണമാകും. അതുവഴി കുറേ മൈക്രോബ്സ് ഡിസ്ട്രോയ് ആയിക്കോളും. 2, എപ്പിഡെർമൽ ലാംഗർഹാൻസ് സെൽസ് ഇവർക്ക് ആൻറ്റിജൻസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി 3, എപ്പിഡെർമിസിൽ കുറച്ച് ലിംഫോസൈറ്റുകളുണ്ട്. അതിനെ നമ്മൾ ഇൻട്രാ എപ്പിഡെർമൽ ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കും. അവർക്കും ആൻറ്റിജൻസിനെ എൻകൗണ്ടർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാ ഹിയർ കണ്ടോ, ലിംഫോസൈറ്റ്സിനെ കണ്ടോ, ഇൻട്രാ എപ്പിഡെർമൽ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ്, റിസെപ്റ്റേഴ്സ് ഒക്കെയുള്ള ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ എങ്ങാനും ഇതിലൂടെ കയറി വരുന്ന ആൻറ്റിജൻസിനോട് സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്ററുള്ള സെല്ലുകളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ ആൻറ്റിജൻസിനെ ടാക്കിൾ ചെയ്തിരിക്കും. അവരെയാണ് ഇൻട്രാ എപ്പിഡെർമൽ ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ എപ്പിഡെർമിസിൽ തന്നെ ദ കെരാറ്റിനോസൈറ്റ്സ് ഉണ്ട്, സൈറ്റോകൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാംഗർഹാൻസ് സെല്ലുണ്ട്, ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്. പിന്നെ ലിംഫോസൈറ്റുകളുണ്ട്, ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡെർമൽ ലെയറിലേക്ക് വരാം. ഡെർമൽ ലെയറിലും കില്ലർ ടി സെൽസും ഉണ്ട്, ഹെൽപ്പർ ടി സെൽസും ഉണ്ട്, മാക്രോഫേജസും ഉണ്ട്. സോ വി വിൽ കം ടു ദ ഡെർമൽ ലെയർ where you can see the lymphocytes. These lymphocytes are helper T cells as well as killer T cells as well as the macrophages. Appo the two layers of the skin, that is the epidermis as well as the dermis, are supplied with immunological cells. So that is why it is called as the cutaneous-associated lymphoid tissue. So with this we are finishing the lymphoid organs, the primary and the secondary lymphoid organs.